ഇന്നത്തെ ട്രിപ്പ് കാട്ടിലേക്കാണ്. പുൽപ്പള്ളിക്കാട്, അതായത് ബത്തേരിയിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുന്ന റോഡില്ല, പുൽപ്പള്ളി റോഡ്. ആ റോഡിൽ കുറച്ച് ദൂരം മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ചെറിയൊരു കാടുണ്ട്. കുറച്ച് കിലോമീറ്റർ ഉള്ളൂ, മുത്തങ്ങട്ട് അത്ര ഒന്നുമില്ല. എന്നാലും അതിൽ മൃഗങ്ങളൊക്കെ സ്പോട്ട് ചെയ്യാറുണ്ട്. ചിലപ്പോൾ മാനിനെ മാത്രമേ കാണുള്ളൂ, ചിലപ്പോൾ ഒന്നും കാണില്ല. ഇന്നലെ ഞങ്ങൾ ആനനെ കണ്ടായിരത്തിലാണ് ഇന്ന് പോകുന്നത് കേട്ടോ. ആന ഉണ്ടാവും ചിലപ്പോൾ. പിന്നെ മാന്, പന്നി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. മൂന്ന് പോയി നോക്കാം എന്താ കാണാൻ പറ്റുന്നത് അല്ലേ. ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട് ഇവിടെ. നമ്മൾ സ്ഥിരം ഇറങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഇറങ്ങി നിൽക്കണ്ടെന്നാണ് എല്ലാവരും അഭിപ്രായം. ഒന്നാമത് ഇപ്പൊ കടുവ ഇറങ്ങിയിട്ടുണ്ടാവും. മാത്രമല്ല ഈ മാന് രാത്രി വന്ന് കിടക്കുന്ന സ്ഥലമായിരുന്നു. മാനിന്റെ ചെള്ളുണ്ടാവും, അത് ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടും ചൊറിച്ചിലൊക്കെ മാറാണ്ടായിട്ട്. ഇത് ഞാൻ ഇപ്പോൾ എടുത്ത വീഡിയോ അല്ല, അതിന് മുന്നേ ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് ഇവിടുന്ന് എടുത്തൊരു വീഡിയോ ആണ്. നല്ലൊരു ഏരിയ ആണ് കേട്ടോ. നിങ്ങൾ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വരികയാണെങ്കിൽ റൂട്ട് പോകുമ്പോൾ ചുമ്മാ ഇറങ്ങി ഇരിക്കാണ്ടിരുന്ന വേറെ അലമ്പോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയുള്ളൊരു ഏരിയ ആണ്. പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും വലിച്ചിടാതെ നോക്കുക, നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിക്കുക. അത് ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ്. ഇവിടെ മരങ്ങൾ കട്ടിങ്സ് മുറിച്ച് വിൽക്കുന്ന സ്ഥലമാണ്. കട്ടൻസ് എന്നാണ് പറയുന്നത് തോന്നുന്നത്. ഇത് മുറിച്ച് വിൽക്കുന്ന ഒരു ഏരിയ ആണ്. ചുമ്മാ അവിടെ നിന്ന് ഇങ്ങനെ ഇരിക്കുക. രാത്രിയാകുമ്പോൾ അവിടെ മാന് വരും കേട്ടോ. നേരത്തെ പറഞ്ഞാൽ ഞാൻ ഒരുപാട് തവണ കണ്ടിരിക്കുന്നില്ല, പാസ് ചെയ്ത് പോകുന്നതായിട്ട് അവിടെ മാനിങ്ങനെ കൂട്ടായിട്ട് വന്ന് നിൽക്കും. അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റിലേക്ക് കിടക്കുകയാണ്. ഇത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണ്. ഇത് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അടയ്ക്കും, പിന്നെ ചെക്ക് ചെയ്തിട്ടേ വിടുള്ളൂ. നമ്മളെ അവിടെ ഫോറസ്റ്റ് ഓഫീസേഴ്സ് ടോർച്ചൊക്കെ അടിച്ച് നോക്കി വണ്ടിയിൽ എന്താ ഉള്ളതെന്നൊക്കെ നോക്കിയിട്ടൊക്കെ പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കടത്തി വിടുള്ളൂ കേട്ടോ. എത്ര മണി വരെ ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ഒരു 9 മണി വരെയൊക്കെ ഞാനിതിൽ പോയിട്ടുണ്ട്, ഒന്നും കുഴപ്പമുണ്ടായിട്ടില്ല. ഈ ഏരിയയിലൊക്കെ നല്ലപോലെ മാന് വൈകുന്നേരം വന്ന സമയത്ത് വന്നേക്കും. മാനുകൾ അടിഞ്ഞു കൂടുക എന്ന് പറയില്ല പോലെ എല്ലാവരും ഇവിടേക്ക് രാവിലെ അതുപോലെ വന്ന് വരുന്ന സമയത്ത് രാവിലെയും കാണാൻ പറ്റാറുണ്ട്. നല്ലൊരു സ്പോട്ടാണ്, നല്ലൊരു ഏരിയ ആണ്. ഉണ്ടാവുന്നില്ലേ? പോയതല്ലേ, ഒരു പാമ്പുമില്ല, മാനും ഉണ്ടാകും. അല്ല മാനതാ മാനി മാനി അതാ 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 ആ മൂല വീഡിയോ എടുക്കുന്നതല്ല. കുറച്ച് മാനുകള് തല പുറത്തിടല്ലേ കുഞ്ഞുങ്ങളെ. കടുവ ഉണ്ടാവും. അതുപോലെ കുറെ പശുക്കൾ അവിടെ മേയ്ക്കുണ്ടാവുണ്ട്. എന്താ പറയാ, ഇവിടെയൊക്കെ മൃഗങ്ങളുള്ള പോലെ തന്നെ മനുഷ്യവാസമുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ പാമ്പ് അയ്യോ ഞാൻ കണ്ടില്ല. അതാ കുഞ്ഞാറ്റെ പൊങ്ങി നോക്ക്. വേറെ മാനുകൾ നമ്മൾ പറഞ്ഞ പോലെ മാനിനെ ഏതായാലും കണ്ട്. ചിലപ്പോൾ ആന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒച്ചപ്പാട്. ഇന്നലെ എന്തായിരുന്നു പറഞ്ഞേ അപ്പൂസ്? ഇന്നലെ എന്താ പറഞ്ഞേ? എലിഫന്റ് ക്രോസിംഗ് ഏരിയ കാണിച്ചു തരാം. നോക്കണേ, എപ്പോഴും നല്ലൊരു സ്ഥലമാണ്. ഞാൻ എന്റെ വീഡിയോ, എന്റെ റീൽസ് ഇട്ടിട്ടുണ്ട് ഇതിന്റെ മുന്നേ. ചിലപ്പോ മാനൊക്കെ ഉണ്ടാവലുണ്ട്, ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല. കൂട്ടുകാരൊക്കെ പശുവിനെ കണ്ടിട്ടുണ്ടാവും. ഓള് കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെയല്ലേ, ഓള് കാണിച്ചു കൊടുക്കേ. പശുവിനൊക്കെ വീഡിയോ എടുത്താൽ നല്ല രസം ഉണ്ടാവും. ബൈക്ക് നല്ല റോഡായിരുന്നു, നല്ല റോഡായിരുന്നു. ഇവിടെ മാനുണ്ടാവും കേട്ടോ, നിറയെ മാന. വൈകുന്നേരം ആവുമ്പോ 6 മണിയൊക്കെ കഴിഞ്ഞിട്ടില്ലേ. ഇതാ പുൽപ്പള്ളി റോഡിന് റൈറ്റിലേക്ക് കാണുന്ന ഒരു ചെറിയ റോഡാണ്. ഇതങ്ങനെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ഒന്നും അല്ല, ഇത് പബ്ലിക് ആയിട്ട് പോകാൻ പറ്റിയ റോഡാണ്. ഈ റോഡ് നേരെ ചെല്ലുന്നത് വള്ളുവാടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ അടിപൊളി സീനറിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇതിന്റെ മുന്നേ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു കുളം ഉണ്ട്, അവിടെ ആനയൊക്കെ വെള്ളം കുടിക്കാനൊക്കെ വരുന്ന ഒരു ഏരിയ ആണ്. ആന, മാന്, മയില്, കരടീനൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അവിടെ നല്ലൊരു ഏരിയ ആണ്. ഈ റോഡിൽ കുറച്ചങ്ങ് പോകണം കേട്ടോ. ഇതിലൂടെയും പോകാം, അല്ലാതെ 2-3 റൂട്ട്സ് ഉണ്ട്. ഈ ഓടപ്പള്ളം എന്ന് പറഞ്ഞ ഏരിയ ഒക്കെ ഉണ്ട്. കടുവ ഇറങ്ങി എന്നൊക്കെ ഇടയ്ക്ക് ന്യൂസ് ചെയ്യാറില്ലേ, ആ ഏരിയയിലൂടെ ഒക്കെ പോകാം. അങ്ങനെ 2-3 വഴിക്കൂടെ അതിലേ പോവാം. പക്ഷേ ഇതിൽ ഈ റൂട്ട് നേരെ അങ്ങ് പോയാലും അവിടേക്ക് ഞാൻ തിരിച്ചു പോരുകയാണ്. തിരിച്ച് പുൽപ്പള്ളി റോഡിലേക്ക് തന്നെ കയറുകയാണ്. ആക്ച്വലി പുൽപ്പള്ളി ഇവിടെ ഒന്നും അല്ല കേട്ടോ, പുൽപ്പള്ളി ഒരുപാട് പോകാനുണ്ട്. അപ്പോൾ ഇത് പുൽപ്പള്ളി റോഡ് എന്ന് എങ്ങനെ അറിയപ്പെടുന്നുണ്ട് അങ്ങനെ പറയുന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ. ഈ റൂട്ടിൽ അതുപോലെ ഒരു പടം ഷൂട്ട് ചെയ്തിട്ടുണ്ട്.
മമ്മൂട്ടിയുടെ അങ്കിൾ എന്ന് പറഞ്ഞൊരു പടം ഉണ്ട്. അതിൻ്റെ അകത്ത് അപ്പു സാരേനെ കണ്ടില്ലേ? നമ്മളിവിടെ ഇന്നലെയാണല്ലോ കണ്ടത്. ഇന്നലെ രാത്രി കണ്ടത്. അപ്പൊ ഞാൻ വിചാരിച്ചോട് ഇന്നലെ രാത്രി ഇവിടെ കണ്ടെന്ന് പറയാൻ വരികയെന്ന് വിചാരിച്ച്. ഒരാരേനെ കണ്ട അപ്പു ആദ്യമായിട്ടായിരിക്കും അപ്പു ഒരു ജീവിനെ കാട്ടിൽ വന്നിട്ട് ഒന്നുകൂടെ കാണാൻ കൂടി തിരിച്ചു വന്നായിരുന്നു. പോട്ടെ, ആക്രമിക്കോ? കുഴപ്പമില്ല, അടുത്തേക്ക് പോട്ടാതെ. അപ്പോൾ നമ്മുടെ മമ്മൂക്കയുടെ അങ്കിൾ എന്ന് പറഞ്ഞ ഫിലിം ഷൂട്ട് ചെയ്തേക്കുന്നത് ഇവിടെ നിന്നാണ്. ഈ ആനനെ കാണുന്ന ഈ സ്പോട്ടിൽ നിന്ന് കുറച്ചുകൂടെ ബാക്കോട്ടേക്ക് വന്നിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞാൽ ഫുള്ള് മൈതാനാണ്. ഒഴിഞ്ഞു കിടക്കുന്ന നല്ല മരങ്ങളൊക്കെ കുറവായിട്ട് അതിൽ ഒരു കുളമുണ്ട് അങ്ങ് എൻഡിലായിട്ട്. ഇപ്പോൾ കാട് മൂടി കിടക്കണം, അത് കാണിക്കാൻ പറ്റില്ല. ഇതൊക്കെ വെട്ടിയിടും കുറച്ച് ചെയ്യുന്ന സമയത്ത് വനം വകുപ്പ് ഇതൊക്കെ വെട്ടിയിട്ട് ഭംഗിയാക്കിയിട്ട് അതിൽ എൻഡിലായിട്ടൊരു കുളമുണ്ട്. ആ കുളത്തിൽ മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടിയൊക്കെ വരുന്നുണ്ട്. അവിടെ സ്പോട്ട് ചെയ്യാറുണ്ട് സാധാരണ ഗതിയിൽ. പിന്നെ ആന മാത്രമല്ല ഒരു ഇതെല്ലാം മൃഗങ്ങളും അവിടെ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടേക്ക് മമ്മൂട്ടി ഫ്രണ്ടിൻ്റെ ഒരു മകളുമായിട്ട് ചെല്ലുന്ന ഒരു സീനുണ്ട്. ആ കുളം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ നാട്ടുകാർ കയറി ഇഷ്യൂ ഉണ്ടാക്കുന്ന ഒരു സീനൊക്കെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന സീനൊക്കെ ഉണ്ടല്ലോ, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ആണ് കേട്ടോ ഇവിടുന്ന് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ആന മിക്കവാറും ഇവിടുന്ന് ക്രോസ് ചെയ്ത് അക്കരയ്ക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് ബാക്കിൽ കൂടെ ആട്ടോ ഷൂട്ട് ചെയ്തേക്കുന്നത്. നമ്മൾ അങ്ങോട്ടേക്ക് പാസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ബസ്സൊക്കെ വന്നുകൊണ്ട് ആനയ്ക്ക് ചെറിയ ഇറിറ്റേഷൻ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അധികം അവിടെ നിൽക്കുന്നില്ല, ഞങ്ങൾ മുന്നോട്ടേക്ക് മൂവ് ചെയ്ത് പോവുകയാണ്. ഈ ഗ്യാപ്പ് കണ്ടോ? അവിടെ ഒരു ഗ്യാപ്പ് കാണിച്ചാൽ ഇത് കറക്റ്റ് ഒരു ക്രോസിങ് ഏരിയ ആണ്. ഇതിലെ കാട്ടുപോത്ത് ക്രോസ് ചെയ്ത് പോകാറുണ്ട്, ആന ക്രോസ് ചെയ്ത് പോകാറുണ്ട്. ഞാൻ ഇതിൻ്റെ മുന്നേ ഇതിലെ പാസ് ചെയ്ത് പോയ സമയത്ത് എനിക്ക് ഈ ക്രോസിങ്ങിൻ്റെ വീഡിയോസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ, ഇതിൽ കാണുകയാണെങ്കിൽ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യേ. നമ്മൾ കുറച്ചു ദൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചു ദൂരം നാടുണ്ട്, കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു കാട് എത്തും കേട്ടോ. അപ്പോൾ ആ കാട്ടിലും കൂടെ കറങ്ങിയ സമയത്ത് അവിടെ ഒന്നും സ്പോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ആദ്യം കണ്ട ആന അവിടെ തന്നെ ഉണ്ട്. ഒരു കുട്ടി ഉണ്ടായിരുന്നു, അത് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ടേക്ക് ഓടിപ്പോയി. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ലിങ്ക് ഇടത്തെ ഭാഗത്ത് കാണാൻ പറ്റുമായിരിക്കും. പക്ഷേ ക്യാമറ അങ്ങോട്ടേക്ക് തിരിച്ചിങ്ങോട്ട് തിരിക്കുമ്പോഴേക്കും അവൻ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ഇത് അതിൻ്റെ കൂടെയുള്ള വേറൊരു തള്ളാനയും കൂടെ ആണ് കേട്ടോ. പഴങ്ങളും കടുവ ഒരു സാങ്കല്പിക കഥാപാത്രമാണ്. കടുവേന്റെ ഉള്ളു ഇവിടെ. കടുവ പക്ഷെ ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ വന്നിട്ട് ആ കുളത്തിന്റെ അവിടെ മാത്രം ആനേനെ അന്ന് കണ്ടിട്ടുള്ളൂ. ഇഷ്ടംപോലെ കാണാനില്ല. ഇപ്പോൾ ആന അതിനായിട്ട് ഉണ്ടായിട്ടില്ല. ഇല്ലൊക്കെ പറിച്ചു നിൽക്കാൻ ചെലപ്പോ അതായിരിക്കും അപ്പുറത്ത് ക്രോസ് ചെയ്യുന്നതിന്റെ അവിടെ.
ഒന്ന് വിക്കറ്റ് കൊടുക്കുഞ്ഞേ. അപ്പോൾ നമ്മൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം നമ്മുടെ ക്യാമറ കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് ഫോണിലാണ് വീഡിയോസ് എടുക്കുന്നത്. അതുകൊണ്ട് ദൂരത്തുള്ള ഒന്നും എടുക്കാൻ പറ്റില്ല. ഒരുപാട് മാനിനൊക്കെ ദൂരത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. പോട്ടെ, നമുക്ക് അടുത്ത പ്രാവശ്യം നല്ല വീഡിയോസ് ചെയ്യാം. അപ്പോൾ ഈ റൂട്ടിൽ തന്നെ നമുക്ക് ഇനിയും നല്ല നല്ല ആനിമൽസിനെ കിട്ടും. അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യണം. അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.